1500 രൂപ സെഗ്മെന്റിൽ ബോട്ട് റീസെന്റ് ആയിട്ട് മാർക്കറ്റിൽ കൊണ്ടുവന്ന ഒരു ഓവർഹെഡ് ആണ് ബോട്ട് റോക്കേഴ്സ് 430. 1299 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ വന്നെങ്കിലും ഇപ്പോൾ അതിന്റെ വില ഫ്ലിപ്കാർട്ടിൽ കാണാൻ സാധിക്കുന്നത് ബ്ലൂ ആൻഡ് ഗ്രീൻ കളർ നമുക്ക് 1349 രൂപയ്ക്ക് മേടിക്കാം. എന്നാൽ ആമസോണിലേക്ക് പോകുകയാണെങ്കിൽ ഈ സെയിം കളേഴ്സ് നമുക്ക് 1299 രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കും. പിന്നെ ബ്ലാക്ക് കളർ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലാണെങ്കിലും ആമസോണിലാണെങ്കിലും സെയിം റേറ്റ് ആണ് 1149. അവിടെയും ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഫ്ലിപ്കാർട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു പ്ലാറ്റ്ഫോം ഫീ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. 3 രൂപ എക്സ്ട്രാ കൊടുക്കണം. അതുകൊണ്ട് തന്നെ വീണ്ടും അന്ന് വില കൂടും. സോ ആമസോൺ ആണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്, കാരണം അവിടെ പ്ലാറ്റ്ഫോം ഫീയോ ഒന്നുമില്ല. സോ 1149 എന്ന് വെച്ചാൽ അത് മാത്രം നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ മതി. എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് 1500 രൂപയ്ക്കുള്ളിൽ നമ്മൾ ഈ ഒരു ബോട്ട് റോക്കേഴ്സ് 430 മേടിച്ചാൽ വർത്ത് ബൈങ് ആകോ ഇല്ലെന്നുള്ളതാണ്. സ്പെക് വൈസ് കേട്ടാ, അൺബോക്സിംഗ് അല്ല. എന്തായാലും നമ്മുടെ ചാനൽ ഈ ഒരു പ്രോഡക്റ്റിന്റെ അൺബോക്സിംഗ് റിവ്യൂ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോയുടെ കമന്റ് ആയിട്ടുള്ളൂ. ഉടനെ തന്നെ ഞാനും മേടിച്ച് അങ്ങോട്ട് അൺബോക്സ് ചെയ്യും. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റുകളും ദീപ് സ്റ്റോറിൽ, ഇൻസ്റ്റയിലുള്ള ദീപ് സ്റ്റോറിൽ ഞാൻ സെയിൽ ചെയ്യുന്നത്. സോ 1349 രൂപയ്ക്ക് മേടിക്കുന്നെങ്കിൽ അതിനേക്കാളും കാശ് കുറച്ച് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് അവിടെ കിട്ടുക. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കമന്റ് ഇട്ടാൽ ഉടനെ തന്നെ ഞാനും മേടിച്ച് അങ്ങോട്ട് അൺബോക്സ് ചെയ്യും. ഇനി 1500 രൂപയ്ക്ക് മേടിക്കുവാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള രീതിക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിൽ എനിക്ക് നിങ്ങൾക്ക് തരാനും പറ്റത്തുള്ളൂ. സോ എത്രയും പെട്ടെന്ന് കമന്റ് ഇട്ടോളൂ, ഉടനെ തന്നെ ഞാനും മേടിച്ച് അൺബോക്സ് ചെയ്യും. പിന്നെ നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്യുന്ന പ്രോഡക്റ്റിൽ മാത്രമല്ല സ്റ്റോറിലുള്ളത് ഫസ്റ്റ് കോപ്പി വാച്ചസ്, ഫസ്റ്റ് കോപ്പി ഇയർബഡ്സ്, പ്രീമിയം ക്വാളിറ്റി കേസ് കവേഴ്സ്, നോർമൽ ക്വാളിറ്റി കേസ് കവേഴ്സ്, അതുപോലെ തന്നെ വാച്ച് സ്ട്രാപ്പുകൾ എല്ലാം തന്നെ ഉണ്ട്. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാൻ മറക്കണ്ട ദീപ് സ്റ്റോർ. അപ്പോൾ നമ്മുടെ റോക്കേഴ്സ് 430ലേക്ക് വരുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഡിസൈൻ ആണ്. എന്തായാലും ഡിസൈനിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല. ലുക്കിലൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ബോട്ടിന്റെ ലോഗോ രണ്ടിടത്തും വളരെ വലുതായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. സോ നമ്മളൊക്കെ അത് വെച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ കറക്റ്റ് മനസ്സിലാവും ഇത് ബോട്ടിന്റെ ഹെഡ്ഫോൺ ആണെന്നുള്ളത്. പിന്നെ ആ ഒരു കുഷന്റെ ഒക്കെ ആ ഒരു ഫേംനെസ് എന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലേ കൂടുതലായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. സോ ഫിസിക്കലി അങ്ങോട്ട് കൂടുതൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊള്ളാക്കുന്നില്ല. പിന്നെ നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും ബട്ടൺസ്. പ്ലേ ആൻഡ് പോസിന് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് ബട്ടൺ ഉണ്ട്, വോളിയം അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട്, കൂടാതെ പവർ ഓൺ ഓഫ് ബട്ടൺ കാണാം, മൈക്ക് കാണാം, ടൈപ്പ് സി പോർട്ട് ഉണ്ട്, കൂടാതെ ഒരു ഓക്സ് കേബിളും കാണാം. മൾട്ടിപ്പിൾ കണക്ടിവിറ്റി ഇവിടെ അവൈലബിൾ ആണെന്നുള്ളത് ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നതാണ്. പിന്നെ 40mm ഡ്രൈവേഴ്സ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. സോ അത്യാവശ്യം നല്ല എൻഹാൻസ്ഡ് ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് തന്നെയായിരിക്കും ഇവിടെ നമുക്ക് കിട്ടുന്നത്. അപ് ടു 40 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. 400 mAh ആണ് ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്. 2 മണിക്കൂറാണ് 100% ചാർജ് ആകാനായിട്ട്. ബോട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ചാർജിങ് അഡാപ്റ്റർ എന്ന് പറയുന്നത് 5V2A 10 wattsന്റെ അഡാപ്റ്റർ ആണ്. ബ്ലൂടൂത്ത് വെർഷൻ 5.4 ആണ്. അതുപോലെ തന്നെ ബീസ്റ്റ് മോഡ് 40ms ആണ്. ബീസ്റ്റ് മോഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലോ ലേറ്റൻസി മോഡ്. സോ അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് ഗെയിം കളിക്കാൻ സാധിക്കും 40ms ആയതുകൊണ്ട് തന്നെ. പിന്നെ ആ ഒരു ആൻഡ്രോയിഡ് ഡിവൈസുകളാണെങ്കിൽ SBC കോഡക്കിലേക്ക് വരുവാണെങ്കിൽ നല്ല രീതിക്ക് ആ ഒരു 40ms മാക്സിമം ഔട്ട്പുട്ട് അവിടെ കിട്ടാനും ചാൻസ് ഉണ്ട്. എന്തായാലും ഇത്രയാണ് കമ്പനി അങ്ങോട്ട് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് ബേസിക് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. 1299 അല്ലെങ്കിൽ 1399 രൂപയ്ക്ക് നല്ലൊരു ഡീൽ തന്നെയാണ്. ഇനി അതല്ല 1500 രൂപയ്ക്ക് ആണെങ്കിൽ പോലും സ്പെക് വൈസ് നല്ലൊരു ഡീലാണ്. പ്രത്യേകിച്ച് ഒരു ഓവർ ഹെഡ് നോക്കുന്നവർക്ക്. എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ ബോൾട്ടിന്റെ ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ 1999 സംതിങ് ആണ്, അതിന് ബദലായിട്ട് ഇറക്കിയെന്നാണ് തോന്നുന്നത്. അതും 500 രൂപ കുറച്ചിട്ട്. എന്തായാലും ആ പ്രോഡക്റ്റ് ഞാൻ അൺബോക്സ് ചെയ്തിട്ടില്ല, ഇതും ഞാൻ അൺബോക്സ് ചെയ്തിട്ടില്ല. എന്നാൽ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റിന് അൺബോക്സിംഗ് റിവ്യൂ കാണണമെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോയുടെ കമന്റ് ആയിട്ടുള്ളൂ. ഞാനും ഉടൻ തന്നെ മേടിച്ച് അൺബോക്സ് ചെയ്യാം. കാരണം ഇതിന്റെ ഒരു റേറ്റ് തന്നെയാണ്, ആ ഒരു പ്രൈസ് റേഞ്ചിനാണ് എന്നെ അങ്ങോട്ട് കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യിപ്പിച്ചത്. ഇവിടെ എടുത്ത് പറയേണ്ട ഒരു മറ്റൊരു സംഭവം എനിക്ക് അങ്ങോട്ട് ഒരു അട്രാക്റ്റഡ് ആയി തോന്നിയത് 40 hours ടോട്ടൽ പ്ലേ ടൈം, 40mm ഡ്രൈവേഴ്സ്, 40ms ലോ ലേറ്റൻസി മോഡ്, എല്ലാം ഒരു 40 റിലേറ്റഡ് ആണ്. ഈവൻ നമ്മുടെ ബാറ്ററി ആണെങ്കിൽ പോലും 400 mAh, അതിൽ ഒരു 40 ഉണ്ടെന്നുള്ളതാണ്. സോ എന്താണ് അതിന്റെ കണക്കുകളൊന്നും എനിക്ക് കൂടുതൽ അറിയത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ബോട്ട് റോക്കേഴ്സ് 430നെ കുറിച്ചിട്ടുള്ള ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭ്യമായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ആവശ്യം ലൈക്ക് ആയിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും, കൂടാതെ നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.